ഗൈസ്, കെ സുധാകരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീട്ടിൽ നിന്ന് കൂടോത്രം അഥവാ ക്ഷുദ്രപ്രയോഗം ഇത് കുഴിച്ചെടുത്ത് എന്ന് പറയുന്നൊരു വാർത്താ മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുന്നുണ്ട്. ഗൈസ്, ഇന്ന് രാവിലെയാണ് ഞാനത് കണ്ടത്. ഈ സംഭവം ഈ കേരളത്തിൽ നിന്ന്, നമ്മുടെ ഈ ആലപ്പുഴ ജില്ലയിൽ നിന്ന് പല വീട്ടിൽ നിന്ന് ഞാനത് കുഴിച്ചെടുത്തിട്ടുണ്ട്. എല്ലാം മിക്കവരും പാവപ്പെട്ട മനുഷ്യരാണ്. അതിൽ അവർക്ക് വില്ലിങ്ങായിട്ടുള്ള ചില വീട്ടിൽ നിന്നുള്ള വിഷ്വൽ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്. ഒരു വീട്ടിൽ നിന്ന് എടുത്തത് ഇന്ന പോലെ ഒരു പ്രമുഖ വാർത്താ മാധ്യമത്തിലേക്ക് വിളിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, ഇട്ട ആളുണ്ടെങ്കിൽ വീഡിയോ അവർ വന്ന് ചാനലിൽ വീഡിയോ ഇടാമെന്നാണ് പറഞ്ഞു. ഇപ്പം ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് കുഴിച്ചെടുത്ത് എല്ലാവരും കൊട്ടിഘോഷിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പൊസിഷൻ നോക്കിയിട്ടായിരിക്കാം അങ്ങനെ ചെയ്യുന്നത്. ഈ കൂടോത്രത്തിന് ഈ വേർതിരിവ് എന്നൊന്നും ഇല്ല. ഈ പാവപ്പെട്ടവൻ കാശുള്ളവനെന്നോ വേർതിരിവൊന്നും കൂടോത്രത്തിനില്ല. അത് ഈ പത്രമാധ്യമങ്ങൾക്കാണ് ഉള്ളത്. പാവപ്പെട്ടവൻ്റെ വീട്ടിൽ എന്ത് നടന്നാലും അത് ഇടാൻ അവർക്ക് വാല്യൂ ആണ് നോക്കണം, വാർത്താ വാല്യൂ, ഒരാളുടെ തലക്കനമാണ് നോക്കണം. ഈ ക്ഷുദ്രപ്രയോഗം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഒരുപോലൊക്കെ തന്നെയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോക്കകത്ത് അദ്ദേഹം പറയണുണ്ട് ക്ഷീണം തളർച്ചയൊക്കെ ഉണ്ടായെന്ന്. അത് അദ്ദേഹം കയ്യിൽ നിന്നിട്ട് വെറുതെ പറയണതല്ല, യഥാർത്ഥത്തിൽ അങ്ങനെ ഉണ്ട്, സംഭവം ശരിയാണ്. അപ്പം നമ്മൾ ആണെന്നേ ഞങ്ങളെടുത്തത് എൻ്റെ ഒരു കൂട്ടുകാരൻ വഴി വിളിച്ചൊരു പത്രപ്രവർത്തനം വിളിച്ച് അതിനെ അറിയിച്ചപ്പോൾ പറഞ്ഞത്, അത് ഇട്ട ആളുണ്ടോ അവിടെയെന്ന്, ഇട്ട ആളുണ്ടെങ്കിൽ വീഡിയോ എടുക്കാമെന്നാണ് പറഞ്ഞത്. മനസ്സിലായ? കൂടോത്രം കൊണ്ട് ഇട്ട ആളവിടെ ഉണ്ടെങ്കിൽ വീഡിയോ എടുക്കാമെന്നാണ് പറഞ്ഞത്. വന്നവർ അതിന് വാർത്തയാക്കാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ കെ സുധാകരൻ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ വീട്ടിൽ നിന്ന് ഇട്ട ആളുണ്ടായിട്ടൊന്നുമല്ല വീഡിയോ എടുത്തിരിക്കണം, എല്ലാവരും കൊട്ടിഘോഷിക്കണം. എന്നെ സംബന്ധിച്ച് ഇത് വലിയ ആനക്കാര്യമൊന്നുമല്ല. ഒരുപാട് സാധനം ഞാൻ കുഴിച്ചെടുത്തിട്ടുള്ള ഈ കേരളത്തിൽ, ഈ നമ്മുടെ ആലപ്പുഴ കൊച്ചി ജില്ലയിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ പല വീട്ടിൽ നിന്ന് കുഴിച്ചെടുത്തിട്ടുണ്ട്. അതിൽ വീഡിയോയും ഇട്ടിട്ടുണ്ട്. അവർക്ക് ഇട്ടോളാൻ പറഞ്ഞിട്ടുള്ള വീട്ടിൽ നിന്നുള്ള വിഷ്വൽ ഞാൻ യൂട്യൂബിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ. അതൊന്നും കാണാനൊന്നും ആർക്കും നേരമില്ല. പത്രമാധ്യമ വീഡിയോ ഒക്കെ അകത്ത് വരാൻ നേരത്ത് ഞാനത് ഇതിൻ്റെ കൂടെ വിഷ്വൽ ചേർത്തേനെ. എനിക്ക് ആ വീഡിയോ കണ്ടിട്ടൊരു വശപ്പച്ചത്. ഈ വാർത്താ ചാനലല്ലേ, കോപ്പിറൈറ്റ് കിട്ടുമെന്ന് ഓർത്താൽ ഇടാത്തത്. നിങ്ങളെല്ലാവരും കണ്ടു കാണും ഗൈസ്. ഇന്ന് രാവിലെ മുതൽ കാണുന്നുണ്ട് കെ സുധാകരൻ്റെ വീട്ടിൽ നിന്ന് കൂടോത്രം കുഴിച്ചെടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ. അതിനകത്തൊരു വ്യക്തി ഉടുപ്പില്ലാതെ കുത്തിയിരുന്ന് അത് അഴിച്ച് പറിക്കണുണ്ട്. അത് അതിനുള്ള കർമ്മങ്ങൾ ചെയ്തിട്ടാണ് ഇദ്ദേഹം എടുക്കണമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. നിസാര കളിയൊന്നും അല്ലത്. പാവപ്പെട്ടവനൊരു വിലയില്ല. അവൻ എങ്ങനെ നശിച്ചാലും ഒരുത്തനും ഇല്ല വരാനും വീഡിയോ എടുക്കാനും ഒന്നും. പ്രമുഖൻ എന്തെങ്കിലും പറ്റിയാൽ അപ്പം വരും ക്യാമറയിട്ട്. ചെയ്യുന്ന തൊഴിലിനോടൊരു ആത്മാർത്ഥത വേണം ആരാണേലും. എനിക്കത് ഇന്ന് കണ്ടപ്പം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായി. കാരണം ഞാൻ മുമ്പ് ഓർത്തിരുന്നത് ഈ കൂടോത്രം എന്ന് പറയുന്നത് ഇന്നത്തെ തലമുറക്കൊരു വിശ്വസനീയമല്ലാത്ത ഒരു കാര്യമല്ല. ഇന്നത്തെ തലമുറക്ക് ഇനി അതുകൊണ്ടായി നമ്മുടെ വാർത്താ മാധ്യമങ്ങളൊക്കെ ഒരുപാട് വളർന്നു പോയി എന്നുള്ള ചിന്താഗതി ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വാർത്ത വന്നപ്പോൾ അത് പോയി കിട്ടി. തലക്കനമുള്ള ഒരാളുടെ വീട്ടിൽ നിന്നാണെങ്കിൽ ഓക്കെ എടുക്കാം, ഇല്ലേ, വാർത്തയൊക്കെ ആക്കാം. എല്ലാവരും സാധാരണ മനുഷ്യരാണെന്നുള്ള ഉപരി എല്ലാവരും മനുഷ്യരാണ്. ഒരിക്കൽ എല്ലാവരും പണമുള്ളവനോ ഇല്ലാത്തവനോ എന്നൊന്നില്ല. ഒരിക്കൽ എല്ലാവരും മരിച്ചു പോകേണ്ടവരാ. ഒരിക്കൽ നിസ്സായരാണ് മനുഷ്യർ മരിക്കാൻ നേരത്ത്. മരണം വന്ന് മുട്ടി വിളിക്കുമ്പോൾ സാധുക്കളാണ് എല്ലാവരും. അതിനു മുമ്പ് കാശുണ്ട് കാശില്ല അതൊന്നും നോക്കിയിട്ട് അതൊക്കെ നോക്കുന്നത് ശുദ്ധ മണ്ടത്തരം. അങ്ങോട്ട് കൊട്ടി ഘോഷിക്കുക കെ സുധാകരൻ്റെ വീട്ടിൽ നിന്ന് കൂടോത്രം കുഴിച്ചെടുത്തു. ലൈവ് വാർത്ത അങ്ങ് പോയിക്കൊണ്ടിരിക്കുക.
ഇതിനൊക്കെ നല്ല ഡമ്മാർപ്പട സാധനം കുഴിച്ചെടുത്തിട്ടുണ്ട് പല വീട്ടിൽ നിന്ന്. ഞാൻ ഒരു വീഡിയോക്കകത്ത് ഒരമ്മച്ചി കരഞ്ഞു പറയണ കണ്ടപ്പോൾ അത് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്താണെന്നൊരു പരമനാറ് കമൻ്റ് ഇട്ടിട്ടുണ്ട്. മനസ്സിലായ? അത് അനുഭവം വന്നം, എന്നാലേ അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. അനുഭവം വരാത്തിടത്തോളം കാലം തമാശയും കളിയാക്കലും ഒക്കെ ഉണ്ടാവും. മനുഷ്യൻ്റെ കാലമല്ലേ, മനുഷ്യൻ്റെ ഓരോ രീതിയല്ലേ അത്. എന്ത് പറയാനാണ്.